ഓഗസ്റ്റ് 3. ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കും. ഓഗസ്റ്റ് 2 വരുൺ പ്രഭാകർ കൊല്ലപ്പെടുന്നു. ആ ദിവസം തന്നെയാണല്ലോ ജോർജ് കുട്ടിയും കുടുംബവും ധ്യാനത്തിന് പോയി എന്ന് അവകാശപ്പെടുന്നത്. ഓഗസ്റ്റ് 2 രാത്രി ജോർജ് കുട്ടിയുടെ വൈഫും മൂത്ത മകളും ചേർന്ന് വരുണിൻ്റെ ബോഡി കുഴിച്ചിടും. പിറ്റേന്ന് രാവിലെ എത്തിയ ജോർജ് കുട്ടി വരുണിൻ്റെ കാറ് കണ്ടെത്തി അത് തൊടുപുഴയ്ക്കപ്പുറത്തുള്ള മുല്ലശ്ശേരിയിൽ ഒരു പാറമടയിൽ കൊണ്ടുപോയി. തിരികെ തൊടുപുഴ ടൗണിലെത്തി ഹോട്ടൽ ബില്ലും തിയേറ്റർ ടിക്കറ്റും സംഘടിപ്പിച്ച ശേഷം വൈകുന്നേരത്തെ KSRTC ബസ്സിൽ കയറി അയാൾ തിരിച്ച് വീട്ടിലെത്തി. രാത്രി ഒരു 9 മണിയോടുകൂടി വീട്ടിലെത്തിയ ജോർജ് കുട്ടി കുടുംബം ഉറങ്ങിയതിന് ശേഷം ആ ബോഡി അവിടെ നിന്ന് എടുക്കും. അങ്ങനെയാണെങ്കിൽ എത്ര മണിക്കായിരിക്കും ജോർജ് കുട്ടി ആ ബോഡി എടുത്തിട്ടുണ്ടാവുക? സാറേ, വീട്ടുകാരെ നേരത്തെ കിടത്തി ഉറക്കിയാലും നാട്ടുകാർ ഉറങ്ങണ്ടേ? അത് മാത്രമല്ല, ബോഡി കുഴിച്ചിട്ട സ്ഥലം മെയിൻ റോഡിൽ നിന്ന് നോക്കിയാൽ കാണാം. ഒരു 12 മണി. ഓക്കെ, ഈ ബോഡി കുഴിച്ചെടുത്ത് ജീപ്പിൽ കയറ്റാൻ കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും വേണ്ട. അപ്പം സമയം എത്രയായി? 1 മണി. അതായത് ഓഗസ്റ്റ് 4 രാവിലെ 1 മണി. വേറൊരിടത്ത് ബോഡി കുഴിയെടുത്ത് മൂടാൻ കുറഞ്ഞ ഒരു 1.5 മണിക്കൂറെങ്കിലും വേണ്ടേ? ഇത് കഴിഞ്ഞ് തിരിച്ച് ജോർജ് കുട്ടി വീട്ടിലൊരു 4:30 എത്തണം. അപ്പോൾ 1 മണിക്ക് ബോഡിയുമായിട്ട് പുറപ്പെട്ട ജോർജ് കുട്ടി തിരിച്ച് 4:30 മണിക്ക് വീട്ടിലെത്തണമെങ്കിൽ ജോർജ് കുട്ടിക്ക് ബോഡി ഡിസ്പോസ് ചെയ്തിട്ട് വരാനുള്ള സമയം, അയാളുടെ ക്രൈം ടൈം എന്ന് പറയുന്നത് 3.5 hours. ഇതിൽ 1.5 മണിക്കൂർ സമയം ബോഡി കുഴിച്ചിടും. ബാക്കി 2 മണിക്കൂർ അപ്പ് ആൻഡ് ഡൗൺ ട്രാവൽ. അതിൻ്റെ അർത്ഥം ഓരോ മണിക്കൂർ അങ്ങോട്ടും ഇങ്ങോട്ടും. ഈ അസംഷൻ ശരിയാണെങ്കിൽ ജോർജ് കുട്ടി അയാളുടെ വീട്ടിൻ്റെ ഒരു 50 കിലോമീറ്റർ റേഡിയസിനുള്ളിലായിരിക്കണം ബോഡി കുഴിച്ചിട്ടിരിക്കുന്നത്. ബോഡി യൂസ് ചെയ്യും. സാർ, 4:30 തന്നെ അയാൾ തിരികെ വന്നു എന്ന് എങ്ങനെ പറയാൻ പറ്റും? ഒരുപക്ഷെ അതൊരു 5:30 6 ആയിക്കൂടെ? പിറ്റേ ദിവസം രാവിലെ, അതായത് ഓഗസ്റ്റ് 4 രാവിലെ 5:45 ബസ്സിലാണ് ജോർജ് കുട്ടിയും കുടുംബവും തൊടുപുഴയ്ക്ക് പോയി ഡേ റിക്രീറ്റ് ചെയ്യാൻ. ആ ദിവസങ്ങളിൽ, അതായത് ഓഗസ്റ്റ് 4, 5 ദിവസങ്ങളിൽ അയാളുടെ കുട്ടികൾ സ്കൂളിൽ പോയിട്ടില്ല. അങ്ങനെ 5:45 ബസ്സിന് അവർക്ക് പോകണമെങ്കിൽ ആ കുടുംബം ഒരു 5 മണിക്കെങ്കിലും എഴുന്നേക്കട്ടെ. അങ്ങനെ വരുമ്പോൾ അയാൾ ആ സമയത്താണ് എത്തിയതെങ്കിൽ അയാൾ പോയതവരറിയില്ല. അതുകൊണ്ട് 4:30 ജോർജ് കുട്ടി തിരിച്ചെത്തണം. അല്ല സാർ, ഒരു മുറിയിൽ കിടന്നുറങ്ങുന്ന ഭാര്യയും ഭർത്താവ് എഴുന്നേറ്റ് പോയാൽ ഭാര്യ അത് എപ്പോഴെങ്കിലും അറിയില്ലേ? സാർ, ആ സംഭവത്തിന് ശേഷം 6 മാസത്തോളം റാണി ആ കുട്ടികളുടെ കൂടെയാണ് കിടന്നിരുന്നത്. അതുമാത്രമല്ല, മൂത്ത മകൾ അഞ്ജു പല രാത്രികളിലും പേടിച്ച് കരഞ്ഞിരുന്നുവെന്ന് റാണി എന്നോട് പറഞ്ഞിട്ടുമുണ്ട്. സാർ, എനിക്ക് തോന്നുന്നത് ഈ 50 കിലോമീറ്റർ റേഡിയസ് ഒന്നും വരില്ല എന്നാണ്. സാറ് പറയുന്ന ഈ സമയങ്ങൾ ഒരു മനുഷ്യൻ നോർമൽ സിറ്റുവേഷനിൽ ചെയ്യുമ്പോൾ വേണ്ടി വരുന്നതാണ്. പക്ഷെ ഒരു രാത്രിയിൽ ഭയപ്പെട്ടൊരു മാനസികാവസ്ഥയിൽ ഒരിക്കലും ഈ വേഗതയിൽ അയാൾക്ക് കാര്യങ്ങൾ ചെയ്യാനാവില്ലല്ലോ. അബ്സല്യൂട്ട്ലി. ചിലപ്പോൾ അയാൾ അധികം ദൂരം പോയിട്ടുണ്ടാവില്ല. ചിലപ്പോൾ ഒരു 11 മണിക്ക് അവിടുന്ന് പോയി 3 മണിക്ക് തിരിച്ചെത്തിയിട്ടുണ്ടാവാം. ക്വയറ്റ് പോസിബിൾ. സാർ, അയാളുടെ രാത്രി മൂവ്മെന്റ്സ് നമ്മൾ അന്വേഷിച്ചിരുന്നു. പക്ഷെ പ്രത്യേകിച്ചൊരു ഫലം ഉണ്ടായില്ല. നമ്മുടെ കയ്യിൽ ഒരു സോളിഡ് ഡേറ്റ് ഉണ്ടായിരുന്നില്ല. മാത്രമല്ല, അയാൾ ഈ കേബിൾ TV നന്നാക്കാനൊക്കെ പോകാറുള്ളതുകൊണ്ട് ഒരുപാട് പേര് അയാളെ രാത്രികാലങ്ങളിൽ കണ്ടിട്ടുണ്ട്. നൗ വി ഹാവ് എ സോളിഡ് ഡേറ്റ്. ഫിലിപ്പ് അത് വെച്ചിട്ടൊന്ന് രഹസ്യമായിട്ട് അന്വേഷിക്കണം. സർ, ഇൻ ദ മീൻ വൈൽ യു ടു പുഷ് ഹർ ഹാർഡ്. യെസ് സർ. ജോർജ് കുട്ടിയുടെ ശ്രദ്ധ മുഴുവൻ ഇപ്പോഴാണ് ഫിലിം പ്രൊഡക്ഷനിൽ. ഒരിക്കലും കണ്ടുപിടിക്കപ്പെടില്ല എന്നൊരു ഓവർ കോൺഫിഡൻസ് ഉണ്ട് അയാൾക്ക്. അത് നമുക്ക് നല്ലതാണ്.